ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു. ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും? നിങ്ങളെ രോഗിയാക്കാൻ അത് മതി. വലിയ രോഗി. ഏതൊരു സിനിമയിലും സ്ഥിരമായി കാണിക്കുന്ന ഒരു സീരിയസ് ആഡാണിത്. എന്നാൽ ആത്മാർത്ഥമായി ഇതിനെ എത്ര പേർ ഉൾക്കൊള്ളുന്നു എന്നത് കോമഡിയും. മദ്യപാനം, പുകവലി, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരികൾ ഉപയോഗിക്കുന്ന തീരെ ചെറുപ്പക്കാരായ യുവജനങ്ങൾ നമുക്കിന്ന് ഈ ലോകത്ത് കാണാൻ കഴിയും. എന്നാൽ അങ്ങനെ ആയിരുന്ന, ഇപ്പോൾ തികച്ചും അതിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയുടെ കഥയാണിത്. ശ്രമിച്ചാൽ നിങ്ങൾക്കും കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഡു ഓർ ഡൈ. കേരളത്തിലെ 412 ബാറുകളും പൂട്ടുന്നു. 5 സ്റ്റാർ ബാറുകൾക്ക് മാത്രം ലൈസൻസ്. അപ്പം ഇനി അടിക്കണമെങ്കിൽ ഫ്ലൈറ്റ് പിടിച്ച് പോകേണ്ടി വരും. അല്ലെങ്കിലും കുടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരില്ലല്ലോ. നിങ്ങൾക്കിതൊന്ന് നിർത്തിക്കൂടെ? എന്ത് നിർത്തണമെന്ന് ഈ പറയണേ? വെറുതെ നശിക്കാനായിട്ട്. നിങ്ങളെ കണ്ടിട്ട് അവനും വളരണേ. അതെങ്ങനെയാ? പറഞ്ഞിട്ട് വല്ല കാര്യണ്ടാ? നീ എന്താ ഈ പറയണേ? അതിന് ഞാനിപ്പോ കുടിച്ചിട്ടില്ലല്ലോ. ഓ അത് നമ്മുടെ ഇട്ടിച്ചന്റെ മോളുടെ ആദ്യത്തെ കുർബാനയായിരുന്നു. അതിന്റെ പേരിലൊന്നും മിനിങ്ങി, അത്രേ ഉള്ളൂ. അല്ലാതെ നീ പറയുന്ന പോലെ നിന്റെ അപ്പന്റെ അത്ര കുടിയനൊന്നല്ല ഞാൻ. കാലത്തന്നെ എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒന്ന് നിർത്തോ. കാലത്തന്നെ തുടങ്ങിക്കോളൂ. രണ്ടും കൂടി കീരിയും പാമ്പും പോലെ നാട്ടുകാരോണ്ട് പറയും. അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പാടില്ലല്ലോ. നിന്റെ അപ്പന് എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും ആവാലോ. രാവിലെ തന്നെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടാ. മതി ഇനി ഇതിന്റെ പേരിൽ രണ്ടാളും കൂടി തല്ലൂടണ്ട. അമ്മ എനിക്ക് എന്തെങ്കിലും കഴിക്കാണ്ടാക്കി കോളേജിൽ പോണ്ടതാ. എന്റെ അപ്പ അങ്ങനെ കുടിച്ചടക്കാണ്ട് വല്ല പണിക്ക് പോവാൻ നോക്കി. അയ്യോ, അമ്മ ഞാൻ പോവാട്ടാ. ശരി മോനെ, സൂക്ഷിച്ചു പോണേ. അവന് വിചാരണ്ടേ അവളെ ഈ കോളേജ് മിക്സ്ഡാക്കാത്ത ആകെയുള്ളത് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോട്ടോ അപ്പന്റെ പോക്കറ്റ് ചേട്ടൻ MC ഫുള്ള്. കടന്നോ കടന്നോ ആടാ ആടാ
പറഞ്ഞ പോലെ ഏറ്റു ആ കാര്യം ഞാൻ ഏറ്റു. നീ എവിടെയായിരുന്നുടാ? നിന്നോടാ ചോദിച്ചേ. എനിക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. വരുമ്പോഴേക്കും ഒരാളൊന്നും ചോദിച്ചോളൂ. അന്ന് നീ പൊക്കോ. ഇന്നും കുടിച്ചിണ്ടാ? എന്താ പറ്റിയ മനുഷ്യാ? എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രാഘവനെ പറ്റി ഞാൻ പറയാറില്ലേ? അവൻ ഇന്ന് രാവിലെ മരിച്ചുപോയി. ഒടുക്കത്തെ കുടിയും വലിയായിരുന്നു. ക്യാൻസർ ആയിരുന്നു. അപ്പൊ അയാളുടെ ഭാര്യയും മക്കളൊക്കെയോ? കഷ്ടം. ഭാര്യയും 2 കുട്ടികളാണ്. അതും 2 പെൺകുട്ടികൾ. ഈ അവസ്ഥയിൽ ഇനി അവരെന്ത് ചെയ്യാവോ? ഇതാ ഞാൻ നിങ്ങളോട് പറയണേ, കുടിക്കല്ലേന്ന്. ഇപ്പൊ മനസ്സിലായ? നിർത്തി. ഇതോടുകൂടി ഞാൻ എല്ലാം നിർത്തി. ഇനിയില്ല. ഇതെല്ലാവർക്കും ഒരു പാടാണ്. നിങ്ങളെ കണ്ടിട്ട് അവനും വളരണേ. അവനും നിങ്ങളെപ്പോലെ ആയാലോ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും ദേഷ്യപ്പെടാറ്. കാര്യം ശരിയാണ് സഹോദര. മരണം അത് എന്നായാലും നമുക്കുണ്ടാകും. എന്നാൽ നമ്മളായിട്ട് എന്തിനാണ് മരണത്തെ നേരത്തെ വിളിച്ചു വരുത്തുന്നത്? ചിന്തിക്കൂ.